വരെ ഞാൻ വിചാരിച്ചു വെച്ചിരുന്നത് എൻ്റെ സീച്ചേട്ടൻ മാത്രമാണ് എനിക്ക് സർപ്രൈസുകൾ തരുന്നതെന്നാണ് കേട്ടോ. എൻ്റെ ലൈഫിൽ ഇതുവരെ അങ്ങനെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവർ എനിക്ക് വേണ്ടി ഇത്രയും ദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്നപ്പോൾ എൻ്റെ മനസ്സങ്ങ് നിറഞ്ഞു കേട്ടോ. എനിക്ക് എന്ത് പറയണം എന്ന് അറിയത്തില്ല. ചിലരൊക്കെ ചോദിക്കും ചേച്ചി എന്തിനാ ഇത്ര ഓവറായി തുള്ളിച്ചാടുന്നതെന്ന്. എനിക്ക് സങ്കടം വന്നാലും വിഷമം വന്നാലും സന്തോഷം വന്നാലും അത് ഭയങ്കരമായിട്ട് ഞാൻ എക്സ്പ്രസ് ചെയ്യും. എന്നാലും ഇതെങ്ങനെ ഇവർ ഓർത്തു എന്ന് ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അങ്ങനെ കേക്കൊക്കെ മുറിച്ച് എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞപ്പോഴാണ് ആ നഗ്ന സത്യം ഞാൻ അറിഞ്ഞത്. സീച്ചേട്ടന് ഇതെല്ലാം അറിയായിരുന്നു. ഇവർ വിളിച്ച് പ്ലാൻ ചെയ്തത് മൊത്തം സീച്ചേട്ടനോടായിരുന്നെന്ന് കേട്ടോ. പക്ഷേ എനിക്ക് ഒരു അറിവില്ലായിരുന്നു. കാരണം ഈ മനുഷ്യർ ഒരു ക്ലൂ പോലും തന്നില്ല കേട്ടോ. അങ്ങനെ ഓരോരുത്തരുടെയും ഗിഫ്റ്റ് എനിക്ക് തരാൻ തുടങ്ങി. എല്ലാം ഒരു കവറിലായതുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആയി കേട്ടോ. ഈ ഒരു കൂട്ടത്തിൽ ഒരാൾ മിസ്സിംഗ് ആണ്, നമ്മുടെ രേഷ്മ. പക്ഷെ അവർക്ക് ബേബി ആയതുകൊണ്ട് ട്രാവൽ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ അവർക്ക് വരാൻ പറ്റാത്തത്. ഇവര് വരും എന്ന് പറയാത്തോണ്ട് തന്നെ ഞാനിന്ന് പുറത്തുനിന്ന് ഫുഡ് കഴിക്കാനിരുന്നു. ആ പുറത്തുനിന്ന് ഫുഡ് വാങ്ങിച്ചു തരാന്ന് പറഞ്ഞിട്ട് അമ്പനും വില്ലിനും ഇവർ അടുക്കുന്നില്ല. പിന്നെ ഉള്ള ചോറ് കലത്തോടെ മുക്കിയൊക്കെ എടുത്ത് എല്ലാവരും കൂടെ കഴിച്ചിട്ട് ടാറ്റയൊക്കെ കൊടുത്തു. എന്നാലും അവർ എനിക്ക് വേണ്ടി ഇത്രയും ദൂരം വന്നല്ലോ എന്ന് ആലോചിച്ച് പിന്നെ ഞാൻ കിളി പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പൊ അത്രേ ഉള്ളൂ. ടാറ്റ.